KSRTC സ്റ്റാൻഡിലെ പെട്രോൾ പമ്പും വർക്ക്ഷോപ്പും മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ സ്റ്റാൻഡിൽ സ്ഥല സൗകര്യങ്ങൾ ലഭിക്കൂ എന്നാണ് നാട്ടുകാരുടെ പക്ഷം. ബസ്സുകൾ സ്റ്റാൻഡിനകത്തേക്ക് വരുന്ന ഇടുങ്ങിയ വഴികളിൽ നിരന്തരം ബ്ലോക്ക് രൂപപ്പെടുകയാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ഇവിടെ ഈ പമ്പ് പണിതതിന് ശേഷം 1.5 വർഷം ആയി. അപ്പോൾ അവിടുത്തെ എൻട്രൻസ് അവർ ക്ലോസ് ചെയ്തു. 2 എൻട്രൻസ് ഉണ്ടായിരുന്നു, 2 എൻട്രൻസും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഈ വഴിക്കാണ് എല്ലാ വണ്ടികളും വരുന്നത്. ഒറ്റയടിക്ക് വണ്ടി വരുമ്പോൾ അങ്ങോട്ട് പാസ്സായി അങ്ങോട്ട് കയറി പാർക്ക് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ 5 വണ്ടി 6 വണ്ടി ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ കിടക്കണ്. അപ്പോൾ ഇപ്പുറത്തുള്ള ഓട്ടോറിക്ഷക്കാർ ആകെ ജാമാവണം. 1 മണിക്കൂർ നേരമൊക്കെ നമുക്ക് ജാമായി കിടക്കേണ്ടി വരികയാണ്. ഇപ്പോൾ ഈ പമ്പ് വന്നതിന് ശേഷം നമ്മുടെ വണ്ടികളൊക്കെ ഒതുക്കി ബസ്സുകളൊക്കെ ഒതുക്കിയിടുന്ന സ്ഥലം ഒരുപാട് പോയി. അപ്പോൾ അത് കാരണം ആ വണ്ടികളൊക്കെ ഇങ്ങോട്ട് കയറ്റിയിടേണ്ട അവസ്ഥ വരികയാണ്. പിന്നെ ഒരു എൻട്രൻസ് നമുക്ക് ഇല്ലാണ്ടായി അവിടെ നിന്ന്. വർക്ക്ഷോപ്പും സർവീസ് സെൻ്ററും ഒക്കെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടി സ്ഥലം കിട്ടും നമുക്ക് ബസ്സുകൾ ട്രാക്കിൽ കയറ്റിടാനായിട്ട്. സ്റ്റാൻഡിൻ്റെ സ്ഥലമാണ് പോയിട്ടുള്ളത്, പമ്പിന് പോയിട്ടുള്ളത്, അത്രയും കൂടി സ്ഥലം പോയി. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ബഡ്ജറ്റുകളിലും KSRTC ബസ് സ്റ്റാൻഡിൻ്റെ വികസനത്തെക്കുറിച്ച് വാർത്തകൾ വരാറുണ്ട്. പക്ഷേ 10 വർഷം തുടർഭരണം ലഭിച്ച LDF ഗവൺമെൻറ് KSRTC ബസ് സ്റ്റാൻഡ് തൃശ്ശൂരിൻ്റെ KSRTC ബസ് സ്റ്റാൻഡ് തിരിഞ്ഞു നോക്കിയിട്ടില്ല.